ഹലോ, ഇന്ന് ഞങ്ങളെൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും വീട്ടിലിങ്ങനെ വെറുതെ ഇരുന്ന് മടുത്ത് കഴിയുമ്പോഴത്തേക്ക് എങ്കിൽ പിന്നെ വീട്ടിലേക്ക് പോയാലോ എന്ന് ഓർക്കും. നടന്നാണ് കേട്ടോ പോകുന്നത്. കുറച്ച് ദൂരം ആദ്യക്കുട്ടൻ കുട തന്നെ ചൂടി നടക്കുന്നുണ്ട് കേട്ടോ. ഒരു സൈഡ് വറ്റി നടക്കുകയാണ് വണ്ടി വരുമെന്ന് ഓർത്തിട്ട്. പിന്നെ അവന് ക്ലാസ്സിലെത്തപ്പോഴല്ലേ ഇങ്ങനെയൊക്കെ പോകാനും പറ്റത്തുള്ളൂ. ഇതാണ് കേട്ടോ വീട്ടിലേക്ക് പോകുന്ന വഴി എന്ന് പറയുന്നത്. ഇവിടുന്ന് മുകളിലേക്ക് കാണുന്നതാണ് കേട്ടോ എൻ്റെ വീട്ടിലേക്കുള്ള വഴി. ഇപ്പം ഇങ്ങനെ വഴിയൊക്കെ വെട്ടിയെടുത്തിരിക്കുകയാണ് കേട്ടോ. കോൺക്രീറ്റ് ഒക്കെ ഇട്ട് വരുന്നതേ ഉള്ളൂ. അങ്ങനെ മുകളിൽ ചെന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് എൻ്റെ കുഞ്ഞ് സ്വർഗം കേട്ടോ. ഈ കാണുന്നതെല്ലാം എൻ്റെ അമ്മ കുഞ്ഞുങ്ങളെ പോലെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ചെടികളാണ് കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും അമ്മ നല്ല നാരങ്ങ വെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഗ്ലാസ് ഒന്നും എടുക്കണ്ട, കപ്പി തന്നെ കുടിച്ചോളാമെന്ന് പറഞ്ഞ് ഞാൻ കുടിക്കുകയാണ്. ബാക്കി ആദ്യക്കുട്ടനും കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അടുക്കളയിൽ എന്താണ് വിശേഷം എന്ന് കയറി നോക്കിയപ്പോഴത്തേക്കും അമ്മ നല്ല പൈനാപ്പിൾ പച്ചടി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എനിക്ക് പച്ചടി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുകൂടാതെ മീൻകറിയും മീൻ വറുത്തതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീട്ടിലേക്ക് വരുന്നത്. നമ്മുടെ അമ്മമാർ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ ഗൈസ്. പിന്നെ ഇതാണ്ട് വീട്ടിലുണ്ടാകുന്ന ഒരു തരം പൂവാണ് കേട്ടോ ഇത്. ഇങ്ങനെ വയലറ്റ് കളറും അതുപോലെ തന്നെ വൈറ്റ് കളറിലും ഉണ്ടാകുന്ന ഒരു ചെടിയാണ് കേട്ടോ. അതിൻ്റെ പേരെന്താണെന്നൊന്നും അറിയത്തില്ല. ഒരു ചെറിയ സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഉച്ചക്കൊരു ഉറക്കമൊക്കെ ഇങ്ങനെ കഴിഞ്ഞിങ്ങനെ വന്ന് നിൽക്കുമ്പോഴത്തേക്കും മഴയ്ക്കുള്ള നല്ല കോള് കാണുന്നുണ്ട് ഗൈസ്. പക്ഷേ അടിപൊളിയായിട്ട് മഴ പെയ്യുകയും ചെയ്തു കേട്ടോ. ഇതാണ്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്കും അമ്മ ചായയും കോഴിക്കട്ട മധുരം വെച്ച കോഴിക്കട്ടയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും ചേട്ടായി വന്നു. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക്. അപ്പോൾ ബൈ.